മാസ്റ്റർ. അപ്പോൾ നമുക്ക് നമ്മുടെ പീപ്പിളായിട്ട് പോയാലോ? ഉച്ചരിമത്തെ ബ്ലോഗുമായിട്ട് നമ്മൾ എത്തിരുന്നത്. അപ്പോൾ നേരെ നമുക്ക് പീപ്പിളത് പോയേക്കാം. അപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയോളൂ. നമ്മളെ കണ്ട് പീപ്പാൾ മണ്ടെന്നു. ഇതേ നമ്മൾ ലക്കിക്കുട്ടി കണ്ടോ? പുള്ളിക്കാരുടെ പുറത്തുകളും വെറുതൊന്നുമല്ല, നമ്മൾ തന്നെ തൊട്ട് അത് തിന്നാൻ കുറച്ച് മടിയില്ല. അപ്പോൾ നമുക്ക് പണിഷ്മെൻ്റ് എടുത്ത് ഉച്ചരി വരെ അവിടെ തീറ്റിക്കാൻ വെച്ചാൽ. അപ്പോൾ ഇതാ നമ്മൾ ലച്ചുമ്മക്കും കിപ്പിളിക്കും നീനമ്മക്കും ഫുഡ് കൊടുത്ത് ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവർ കണ്ട പാക്രാത്തോടെ തിന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഓടി കൊടുക്കുമ്പോൾ നമ്മളെ കിയോ നമ്മളെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. നീ തരുമോ വെച്ചോണ്ട്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് നമ്മളെ കാക്കിച്ചേട്ടൻ വരുന്നുണ്ട്. എന്തേ ലക്കി പാവം നമ്മളെ പിന്നാലെ വണ്ടി വരാൻ നിൽക്കുക. പക്ഷെ അവൻ അവിടെ കെട്ടിയിട്ടുണ്ട്. ഓൻ അത്രയ്ക്ക് വണ്ടി വരാൻ പറ്റില്ല. ഇതേ കണ്ടപ്പോൾ നമ്മളെ കിയോങ്കതാ നമ്മളൊന്ന് മെയിൻ്റാക്കാതെ പോലും അവിടെ ചെനക്കിക്കൊണ്ടിരിക്കണു. അത് കണ്ടിട്ട് ആരാണത് ശത്രു പോലെ നോക്കിക്കണത്. അത് കണ്ടപ്പോഴാണ് നമ്മളെപ്പുറത്തെ ഒരു വായൻ്റെ കൊലച്ചിരിക്കണം കണ്ടത്. അപ്പോൾ അതാ നമ്മളെ കണ്ട് നമ്മളെ സ്വൈരമല്ലാതെ നമ്മളെ പീപ്പുകൾ നമ്മൾ പിന്നാലെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒരു സ്വൈരം തരാതെ. അപ്പോൾ ഇനി കുറച്ച് ആക്ഷനൊക്കെ ഒരു കാട്ടുന്നുണ്ട്. അടുത്ത് കൊത്തിയാണ്ട് അല്ലേ ആക്ഷനൊക്കെ കാട്ടുന്നുണ്ട്. ഫുഡ് തരുമോ ചോദിക്കണത്. അത് കണ്ട് നമ്മളെ കണ്ടില്ല എല്ലാം അടക്കം വന്നു. നമ്മൾ ന്യൂട്ടാപ്പി മാത്രം വന്നില്ല കേട്ടോ. നമ്മളെ കാൽമടക്കം കൊത്തിയിട്ട് സ്വയം നേരത്തെ അവസാനം നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തിട്ടോ. ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ കജ്ജലും എട്ടനാണ് തിന്നിട്ടായിട്ടാൾ തിന്നണം തീർത്തു ഒറ്റ നിമിഷം കൊണ്ട്. അപ്പം നമ്മൾ അടുത്തെടുക്കാൻ നിന്നപ്പോൾ ആയിട്ടാൾ പിന്നെ നമ്മൾ കേട്ടോ അടുത്തെടുത്തിട്ടുള്ളൂ. മറ്റ് കോങ്കോന് കൊടുക്കാന്ന് വെച്ചപ്പോൾ അപ്പോൾ ഈറ്റാൾ തിന്നെടുത്തു. അപ്പോൾ നമ്മൾ വേണ്ട കൊടുക്കാൻ പോയി നമ്മളെ കാൽമ കൂടി കിടന്ന് കയറുന്നുണ്ടായിട്ടാൾ. പക്ഷെ നമ്മൾ സമ്മതിച്ചോ ഇല്ല, നമ്മൾ കയ്യിലിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഓർഡർ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിയോങ്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. കിയോങ്ങാന്ന് പറഞ്ഞവനൊക്കെ വെച്ചേക്കുന്നുണ്ട്. അത് അതാണ്. അപ്പോൾ അത് ബാക്കിയുള്ള അരി നമുക്ക് നമ്മളെ പിപിആർ കൊടുത്താലോ. അപ്പോൾ നമ്മൾ പിപിആർ കൊടുത്തു. അത് പറഞ്ഞപ്പോൾ എന്താ കിയോങ്ക പിന്നെ വെച്ചിട്ടുണ്ടാക്കും. പിപിആർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിപിആർ കൊടുത്തപ്പോൾ അതിൽ നല്ല സന്തോഷത്തോടെ തന്നു. വെള്ളമൊക്കെ അപ്പുറത്തുണ്ടായാലും നമ്മൾ കൊടുക്കുന്നില്ല വെള്ളം. അപ്പോൾ അവസാന നിമിഷം നമ്മൾ ബാക്കിയുള്ള അരി പുറത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ. കാരണം വെച്ചാൽ നിലത്ത് നിന്ന് പഠിക്കാനാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഫുഡ് ഇട്ട് വന്നിട്ട് നേരെ മുൾക്കണ് കയറിപ്പോയാലായിട്ട് അത് ടാറ്റ പറഞ്ഞിട്ട് അപ്പോൾ ടാറ്റ ബബായ് പറഞ്ഞിട്ട് നമ്മളിത് മുൾക്കയറാൻ പോവാട്ടോ. അപ്പോൾ രാജാവ് വരും. നമ്മൾ രാജാവ് ആയിട്ട് കണ്ടപ്പോൾ നമുക്ക് പാലായതിൽ നമ്മൾ ഫുഡ് എടുത്തു. ഒരു ചിക്കൻ പീസ് അതിൻ്റെ എല്ലാ കേട്ടോ അത് പഠിക്കാൻ വേണ്ട. നമ്മളെ കുഞ്ഞനും വന്നപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ കുഞ്ഞനും കൊടുത്തു. അപ്പോൾ താത്ത നമ്മൾ വന്ന് മക്രോണി ഉണ്ടാക്കി തരണം. സ്പെഷ്യൽ മക്രോണിയാണ് താത്താൻ്റെ സ്പെഷ്യലാണ്. ഞങ്ങൾ ഈ പേരിട്ടിരിക്കുന്നത് താത്താൻ്റെ സ്പെഷ്യൽ മക്രോണി തന്നെയാണ്. പക്ഷേ ഇതല്ല വ്യത്യാസം. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ലാസ്റ്റ് കണ്ടുപിടി നല്ല പൈസയാണെന്ന് കണ്ട തോന്നുക. പക്ഷെ പൈസ തന്നെയാണ്. ഇതിന് എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത്. മക്രോണിക്ക് നമ്മൾ ബിരിയാണിക്ക് മസാലയും പിന്നെ മുളകും പൊടിയൊക്കെ നന്നായിട്ട് ഇട്ടുക്കുന്നു. അത് മാത്രമേ എനിക്കറിയുള്ളൂ. തിന്നപ്പോൾ അത് മാത്രമേ ടേസ്റ്റ് വന്നിട്ടുള്ളൂ. പിന്നെ എപ്പോഴും ആയിരിക്കില്ലല്ലോ, അത് ഉറപ്പാണ്. നമ്മളെ ഫുഡ് അതിൻ്റെ കൂടി ആഡ് ചെയ്തുകൊണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഒന്ന് കൊതി വന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചു നോക്കാം. ഇക്കും വന്നു നമ്മൾ കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടോ. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ രണ്ടാം വട്ടം തിന്നാൻ വേണ്ടി നിൽക്കാം കേട്ടോ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടോ. പക്ഷേ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ല, രണ്ടാം വട്ടം എടുത്തപ്പോൾ തിന്നോക്കിയപ്പോൾ ഇതിൻ്റെ കണ്ണെന്നും മൂക്കുന്നൊക്കെ ചോരല്ല വെള്ളം വരുന്നു. ഇത് ഏരി കൊണ്ടാട്ടോ താത്ത അമ്മരെ ഇട്ടു. ഈ സ്ഥലത്ത് നമ്മളെ കുഞ്ഞാപ്പം എന്ത് ചെയ്യും ഉള്ളിക്കട് കയറിപ്പോയിക്കുള്ളൂ. അതിട്ടുള്ള ആട്ടിൽ നമ്മൾ പിന്നെ കുടിച്ചു തന്നപ്പോൾ ഇങ്ങനെ നമ്മളെ കിയോങ്ക നമ്മളെടുത്ത് കൊണ്ടുവരും കേട്ടോ. പക്ഷെ കിയോങ്ക ഉള്ളിൽ കയറിയില്ല. അതിൻ്റെന്നാവോ ചൂടിട്ടിയാണ്ട് പേര് വരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വൈൻഡപ്പ് വേണം. എല്ലാവർക്കും ബൈ. മക്കളോട് തൊള്ളയിലിട്ടാണ് അതുകൊണ്ടാണ് വാക്കുകൾ പറയാത്തത്. ബൈ.